ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ അന്ന് പെരുന്നാക്കത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ടാം പെരുന്നാക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അതാദ്യം തന്നെ റവ ഉപ്പുമാവ് എന്നൊക്കെ പറയും. രാവിലെ തന്നെ അതാ കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മരുമോന് രണ്ടാം പെരുന്നാക്ക് സൽക്കാരത്തിന് വരുന്നുണ്ട്, ഫസ്റ്റായിട്ട് വരികയാണ്. അപ്പോൾ ഇതാ ചായക്ക് വെള്ളം വെക്കുകയാണ്. ഞാനും ഉക്കയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു മരുമോളും മോനും വീട്ടിലേക്ക് നിൽക്കാൻ പോയതായിരുന്നു ഒന്നാം പെരുന്നാക്ക്. ഇവർ ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ റവയാണ് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയത്. ഉച്ചയ്ക്കാണ് വരിക. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ റവ ഒക്കെ ഉണ്ടാക്കി ചായ വെച്ച്, കട്ടൻ ചായയാണ്. പിന്നെ ഇതാ പഴം ഇതാ ചുടാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നല്ലതാണ് കേട്ടോ എയർ ഫ്രയർ, നല്ല ഉപകാരമാണ്. പെട്ടെന്നായി കിട്ടാനും സുഖമായിരുന്നു. നമുക്ക് നല്ല നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുകയും ചെയ്യുക, പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല, ചുട്ടെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാ ചായ കുടിക്കുകയാണ്, ഞാനൊക്കെയും കൂടി ചായ കുടിക്കുകയാണ്. മോള് നീച്ചിട്ടില്ല. അപ്പോൾ ഇതാ മന്തിയാണ് കേട്ടോ വെക്കണത്. ബീഫ് മന്തിയാണ്. ബീഫ് ഉണ്ടല്ലോ, പെരുന്നാളൊക്കെ അല്ലേ, ബീഫ് ഉണ്ട്. ബീഫ് മന്തി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതാ ബീഫൊക്കെ കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വഹിച്ചത്. കുക്കറിൽ നമ്മൾ ആദ്യം വിസിലടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് റൈസൊക്കെ ചെമ്പുക്കാക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ബീഫാകുമ്പോൾ വേവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വിചാരിച്ച്. ഇതൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ വലിയ ഉള്ളി വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഉള്ളി. പിന്നെ മാഗി ട്യൂബ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. 2 മതിയാവും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളത്തിലേതായാലും ഉപ്പിടുമല്ലോ. പിന്നെ ബീഫിക്കുള്ള ഇറച്ചിക്കുള്ള ഉപ്പ് മതിയല്ലോ. പിന്നെ അങ്ങനെ 2 മാഗി ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ബീഫ് കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാലകളെല്ലാം മന്തി മസാല, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചപ്പ്, അത് സാധാരണ ഇടണ പോലെ തന്നെ. പിന്നെ സൺഫ്ലവർ ഓയിൽ, ചെറുനാരങ്ങ നീര്, പിന്നെ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ, ഉണക്കനാരങ്ങ, അത് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് വിസിലടിക്കാൻ വെക്കാം കേട്ടോ. 3 വിസിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്, അപ്പോൾ അധികം വേവൊന്നും വേണ്ടല്ലോ. പിന്നെ അതവിടെ കിടന്ന് വേവണുണ്ട്. പിന്നെ പായസമാണ്, സേമി പായസമാണ് കേട്ടോ. ഫസ്റ്റത്തെ പെരുന്നാൾക്ക് ചെറുപയറും പായസമായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇത് സേമി പായസമാണ്. മരുവളാണ് സേമി പായസം വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ സേമിയാക്കി. പിന്നെ ലിവർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാം പെരുന്നാൾക്കും ലിവർ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാം പെരുന്നാൾക്കും പിന്നെ ലിവർ, ബീഫ് കിട്ടിയപ്പോൾ ഉള്ള ലിവർ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലിവർ സാധാ മസാല തന്നെ ഇട്ടിട്ടുള്ളത്. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, അത് സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ 2 വിസിലടിച്ചേക്കാൻ ഉപ്പൊക്കെ ഇട്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം മസാല ഇടുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ. പിന്നെ ചെറുനാരങ്ങ നീര്, അങ്ങനെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 വിസിലടിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ, അപ്പം നമുക്ക് കുറേ പണിയാണല്ലോ, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഞാൻ തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് കേടൊന്ന് പൊട്ടിക്കണം, ഞാൻ അയച്ച് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ സേമി പായസം, സേമി വറക്കൂട്ടോ ഞങ്ങൾ. വറുത്ത സേമി ആയാലും ഞങ്ങൾ സേമി വറക്കലുണ്ട്. അങ്ങനെ പാലൊഴിച്ച്, മിൽക്ക് മേഡാണ്, പഞ്ചസാര ഇട്ടിട്ട് കേട്ടോ. പഞ്ചസാര വാണം കട, പിന്നെ അധികം മധുരം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ മധുരം വാണം കട വിചാരിച്ച് മിൽക്ക് മേഡ് ഫുള്ളാണ് പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ റെഡിയായി. പിന്നെ മിൽക്ക് മേഡ് ചൂടാക്കിയാൽ നമ്മൾ കുറച്ചും കൂടി കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ആ വെള്ള കളറാണ് പോയിട്ട് നല്ല ക്രീം കളർ പോലെ ആവി കേട്ടോ. പിന്നെ അതാണ് ചൂടാക്കാൻ നോക്കി. ഇതാണ് ചൂടാക്കി. അധികം ചൂടാവും ചെയ്യരുത്, പിന്നെ കട്ട പിടിക്കും. ഇളക്കിക്കൊണ്ട് സിമ്മ് തീയിലാക്കിയിട്ട് ചെറിയ ചൂടിൽ അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന്. പിന്നെ കളറ് മാങ്ങി വരണുണ്ടല്ലേ, നല്ല കളറ് വന്ന് പിന്നെ അങ്ങനെ അവിടെ വെച്ച് കൊടുത്ത്. ഞാൻ കുളിക്കാൻ പോയേക്കാനാണ് മരുമോൻ വന്നിക്കണം കേട്ടോ. അവർ വന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോൻ വന്നപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വാർക്കാൻ പോയിട്ട് മോനും മരുമോളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അവർ വന്നിക്കണം കേട്ടോ. അവർ വന്ന സമയമായിരുന്നു. പിന്നെ ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഓൻ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. മോൻ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. മോളും വന്ന് അവളും വീഡിയോ എടുത്ത് തന്ന്.
ഹെൽപ്പാണ് കേട്ടോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇക്കായാലും തന്നെ അടുക്കളയിൽ ഫുള്ള് പണിക്കുണ്ടാവും. ഞാൻ ഒറ്റക്കൊന്നല്ല, അവരിങ്ങനെ അരിഞ്ഞിടാനുള്ളതും എല്ലാ കാര്യം ചെയ്ത് തരും കേട്ടോ. ഞാൻ ഒറ്റക്കൊന്നും അല്ല കേട്ടോ. അപ്പം അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചാണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ കുറേ സൗണ്ട് ആവില്ല. പിന്നെ അതുകൊണ്ടേ കേട്ടോ, മൈക്കും കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിയിട്ടില്ലല്ലോ. ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം പോകണം. ചാനലിങ്ങനെ ഒരു ഉഷാറില്ല നിൽക്കുകയാണ്. പിന്നെ മോള് ചാനലാണിത്, പേര് മാറ്റിയതാണ്. അപ്പോൾ പിന്നെ അവൾക്ക് ഇപ്പോൾ 9ാം ക്ലാസ്സിലായ പിന്നെ വീഡിയോയും കാര്യം എടുക്കാൻ പറ്റണില്ല. അമ്മ നോക്കിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് തന്നതാണ് ഈ ചാനൽ. അപ്പം ഞാനാണ് ഇപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ തന്നെ ആദ്യം എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അവൾ വോയിസ് ഓവർ കൊടുക്കുന്നല്ലാതെ ഫുള്ള് എഡിറ്റിങ് കാര്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു. എനിക്ക് പുടിയാറുള്ള പോലെ തന്നെ ഞാൻ ചെയ്യല്ല, വേറെ ആരും ഹെൽപ്പും ഞാൻ ചോദിച്ചലില്ല. പുടിയാർ അതൊക്കെ പറഞ്ഞ് ചോദിക്കുന്നല്ലാതെ ഫുള്ള് ഞാൻ തന്നെ. പിന്നെ അവളിഞ്ഞ് പഠിപ്പും കാര്യമൊക്കെ അല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ എടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ തന്നെ ആയിരിക്കട്ടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാനും എല്ലാം ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇത് മന്തി അരി ഞാൻ 2 മണിക്കൂർ കുതിർത്താട്ടിയിരുന്നു. ഇത് പിന്നെ മയോണൈസിന് വേണ്ടി കോഴിമുട്ട പുഴുങ്ങാട്ടത് എന്നിട്ട്. പിന്നെ ഇത് അരിയൊക്കെ വന്നത് ബീഫ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമാണ് ഇച്ചിരി വറ്റിച്ച് ഒഴിവാക്കൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഉണ്ട്, ഇച്ചിരി കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് മന്തി ദമ്മിട സമയത്ത് ബീഫ് ഒരു മസാല ഇങ്ങനെ മേലെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ പാർന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഓരോ കഷ്ണം വലിയ പീസല്ലേ, ഓരോ കഷ്ണം അതിന് മുക്കി ഉള്ള വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കണം. അത് ദമ്മിടുമ്പോൾ നമുക്ക് മേലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. വെച്ച് കൊടുത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇതാ ഓരോ പീസ് വെച്ചിട്ട് അങ്ങനെ. പിന്നെ മോള് പാർക്കാൻ വന്നിരുന്നു. പിന്നെ പെരുന്നാൾ ഫസ്റ്റത്തെ പെരുന്നാളല്ലേ, പാർക്കാൻ വന്ന വീടൊക്കെ ഞാൻ എടുത്തിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് സമയം കിട്ടണില്ല, എഡിറ്റിങ്ങും കാര്യങ്ങളും വീട്ടിലത്തെ പണി. പിന്നെ അടിക്കാനുള്ള അതും ടൈലറും അല്ല, അടിക്കാനും ഉണ്ടാവും. അപ്പോൾ ഒക്കെ പാടെ പറ്റണില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്നും എഡിറ്റിങ് ചെയ്തിട്ട് കൊണ്ട് ആകണില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിരുന്ന് പോക്കും സൽക്കാരമായിട്ടും അതും ഉണ്ട്, ഒക്കെ പാടെ കേട്ടോ. അപ്പം അങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നു, പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാം. ഇനിയിപ്പോൾ ആ വീഡിയോ ഒന്നും ഇടലുണ്ടാവില്ല. മൈലാഞ്ചൊക്കെ ഇട്ടെന്ന് മരുവോളെ എനിക്ക് മൈലാഞ്ചൊക്കെ ഇട്ടെന്നത്, മോളെ ആദ്യം ഇട്ടെന്നിരുന്നത്. പിന്നെ ഓള് പോയില്ല. അവളെ കെട്ടിച്ചതിന് ശേഷം മരുവോളെ ഫസ്റ്റായിട്ട് മൈലാഞ്ചൊക്കെ ഇട്ടെന്നിരുന്നു. എല്ലാവരും മൈലാഞ്ചിട്ട് വീഡിയോസൊക്കെ ഞാൻ എടുത്തിന്ന് കിട്ടാം. പിന്നെ എന്തേനാ സമയം കിട്ടാത്ത കാരണം. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ഒക്കെ പോയി റാത്തായൊക്കെ സമാധാനത്തോടെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ എടുത്ത കുറേ വീഡിയോസ് ഇടാണ്ട് അതൊക്കെ ഇട്ട് കഴിയട്ടെ, എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാ ലാസ്റ്റ് വെച്ച ആ മസാല കണ്ടില്ലേ ദമ്മിടണ്. പിന്നെ കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർക്കുക എനിക്കൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ചേർത്തതാണ് ഞാൻ. പിന്നെ അത് മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെ മസാല ചപ്പ് അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അപ്പോൾ അതിനെ അത് അങ്ങനെ ദമ്മിടാണ് കേട്ടോ. പിന്നെ ചെമ്പക്ക് മാറ്റിയതാണ് ഞാൻ, കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാൻ ചെമ്പക്ക് മാറ്റിയതാണ്. ദമ്മിടാനൊക്കെ വലിയ പാത്രമാണല്ലോ. അങ്ങനെ ഇതാ ഓരോ പീസാക്കിയിട്ട് അങ്ങനെ കുഴിമന്തി ആക്കി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, സാധാ ഒരു മന്തി. ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. എനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ടായാൽ മതി, ഫുള്ള് കുക്കിങ് ഞാൻ തന്നെ ചെയ്യുന്നത്. എന്നാൽ അരിഞ്ഞു തരാൻ അങ്ങനത്തെ ചെറിയ കൊച്ചു പണികളൊക്കെ ചെയ്തു തരാണെങ്കിൽ ഞാൻ തന്നെയാണ് ഫുള്ളും ഉണ്ടാക്കിക്കുന്നത്. ബീഫും അതേമാതിരി പിന്നെ മറ്റേ ഇത് ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മോള് വന്നപ്പോൾ ഞാൻ കുളിക്കാൻ പോയത്, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മോനായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് അപ്പോൾ ഒരു നാണിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നല്ലായിരുന്നു വന്നപ്പോൾ. അപ്പോൾ വീഡിയോ എടുക്കല്ലേ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചമ്മല പോലെ നിന്നത്. പിന്നെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് പെരുന്നാൾ ഡ്രസ്സ് അവരെ വക ഉണ്ടായിരുന്നു. ഞാനും ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് കുറേ എടുത്തതല്ലേ ചന്നിക്കാണ്ട്. പിന്നെ എപ്പാക്ക് ഇതാ ഷർട്ടും പാൻറ്റും കൊടുത്തിരിക്കണ്. മോൾക്ക് ഒരു നാർക്കിളി പോലുള്ളൊരു റെക്കോർഡ് സെറ്റ് പോലുള്ള ഒരു സാധനമാണ്, പാൻറ്റും ടോപ്പും കൂടി. എനിക്ക് ചുരിദാറും ബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതൊന്നും കണ്ടിട്ട് ഞാൻ അടുക്കളയിൽ തിരക്കിലായിരുന്നു. പിന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മക്ക് ഡ്രസ്സ് ഇതാന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നുണ്ട്. ബിറ്റാണ് എനിക്ക് കൊണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അടിക്കണതുകൊണ്ട് പിന്നെ ഇവള് റെഡിമെയ്ഡൊന്നും അല്ലാതെ വാങ്ങല്, എനിക്ക് റെഡിമെയ്ഡ് ഇഷ്ടമല്ല കേട്ടോ. അത് പിന്നെ അതാ ബിറ്റൊക്കെ കൊടുന്നു എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരാം ഞങ്ങൾക്കറിയാം ഡ്രസ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ കാണിച്ചു തന്നാൽ പിന്നെ ഇതാ ചോറ് ഇന്നലെ തുടങ്ങി. മരുവനിതാ മരുവന് മുണ്ടില്ല തലയിൽ, അപ്പോൾ ഞാനിങ്ങനെ മറിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ പെരുന്നാൾക്കത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാ. എൻ്റെ ഡ്രസ്സ് കല്യാണ ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടാണ്, കല്യാണത്തിന് നിൽക്കാൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിക്കണത്. പിന്നെ ഇവർക്കൊക്കെ ഓരോ ഡ്രസ്സ്, ഇവർക്ക് ടോപ്പും പാൻറ്റും എടുത്തിരുന്നു. മോൻ പോയി അവിടെ എത്തി വരെ കിട്ടിയിരിക്കും, കുഴപ്പമൊന്നുമില്ല, റാത്താണ്, സുഖമാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത മാസമൊക്കെ ആയിട്ട് പോവാക്കാരട്ടോ.
പിന്നെ പിന്നെ അങ്ങനെ